ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടുക്കള റെസിപ്പിയിൽ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉള്ളിച്ചമ്മന്തിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ എണ്ണ പപ്പടം കാച്ചി വെച്ചിരുന്ന എണ്ണയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നമുക്ക് ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചമ്മന്തിയാണ്. ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നമുക്കിതിലേക്ക് മുളകിട്ട് കൊടുക്കാം. ഞാനിവിടെ 2-3 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു ഉള്ളിക്കൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി മുളകൊക്കെ ഇവിടെ ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആറിയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. സിമ്പിളാണ്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ലേശം ഉപ്പും കൂടെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വളരെ കുറച്ച് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ. ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ചമ്മന്തി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതിൽ ഇനി എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ വീണ്ടും ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. ദോശ, ഇഡ്ഡലി ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളിച്ചമ്മന്തിയാണ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.